ഇത് കുറച്ച് തേങ്ങയാണ്. ഇപ്പോൾ എൻ്റെ ചതച്ച മുളക് ഏകദേശം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ അധികം കുക്കിംഗ് ഒന്നുമില്ല, ഇന്നലത്തെ കറികൾ അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അഹിലിന് മാത്രമുള്ള കറി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം നമ്മൾ ചായക്കാണ്ട വെക്കാൻ പോകുന്നത്. ഞാൻ അത്ര ചായ ഫാനൊന്നുമല്ല, ഇടക്കാലം കൊണ്ടാണ് ഈ പാൽ ചായയോട് ഇഷ്ടം തോന്നി തുടങ്ങിയത്. രാവിലെ ജോലി ചെയ്യുമ്പോൾ ചായ കുടിച്ചിട്ട് ജോലി ചെയ്യാൻ ഭയങ്കര എനർജിയാണല്ലോ. അപ്പോൾ ചായക്ക് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് കേട്ടോ. അതിൽ മദ്രസയൊന്നുമില്ല. ഇന്നലെ പോയില്ലായിരുന്നു കേട്ടോ. ഇന്നലെ എഴുന്നേറ്റിപ്പോൾ വൈകി പോയല്ലോ. അപ്പം ഇനിയിപ്പോൾ എന്താണ്, ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാം കേട്ടോ. ഞാൻ എന്താ ബ്രഷൊക്കെ ചെയ്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചായ കുടിക്കാം കേട്ടോ. ചായ കുടിച്ച് ജോലി തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുട്ടും ഉണ്ടാക്കണം. പുട്ട് ഇവിടുത്തെ മെയിൻ ഫുഡാണ് കേട്ടോ. മിക്കപ്പോഴും പുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ പുട്ടും ചെറുപയറും. പിന്നെ ആഹിലിനുള്ള കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പുറത്തെടുത്ത് വെച്ച മീൻ അതേപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വറുക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു കറി ഒന്നല്ലെങ്കിൽ ചെമ്മീൻ സവാളയൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുക്കും, ഉണക്ക ചെമ്മീൻ. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം. നമ്മുടെ സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് ഈ പപ്പടവും ആകാം ചെമ്മീനും ആവാം കേട്ടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ആ കുക്കറിൽ ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് പുട്ടിനാണ്. പിന്നെ അതാ ഇത് മീനാണ് കേട്ടോ. മീൻ വറുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് തേങ്ങയാണ്. ഇന്നലത്തെ തേങ്ങയിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് പുട്ടിന് അത് എടുക്കാമല്ലോ. അപ്പോൾ എനിക്കിന്ന് ഭയങ്കര പണികളൊക്കെ ഭയങ്കര കുറവുള്ള ദിവസമാണ് കേട്ടോ. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ആഹിലിനുള്ള ചോറ് ഞാൻ ഇന്നലെ തന്നെ എടുത്ത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടും കറിയാവണം. പിന്നെ ആഹിലിനുള്ള മീൻ വറുക്കണം. പിന്നെന്താണ്, മീനപ്പോൾ ഞങ്ങൾക്ക് കൂടി ഉണ്ടാവും കേട്ടോ. ഉച്ചക്കത്തേക്കും കൂടി ഉണ്ടാവും മീൻ. അപ്പോൾ അതിപ്പോൾ വറുക്കുന്നില്ല. ആഹിലിനുള്ളത് മാത്രമേ ഇപ്പോൾ വറുക്കുന്നുള്ളൂ. പിന്നെന്താണ്, മോരുകറി ഇതാ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മോരുകറി ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിയും പോയി, അത് വേറെ കാര്യം. പിന്നെ ഇനിയിപ്പോൾ അഹിലിന് പപ്പടം കൊടുക്കണോ ചെമ്മീൻ കൊടുക്കണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് പപ്പടമാണ് ശരിക്കും ഇഷ്ടം. ചെമ്മീനേക്കാളും ഇഷ്ടം പപ്പടമാണ്. പിന്നെ രണ്ടും ഡ്രൈ ആണല്ലോ. മീനാണെങ്കിലും പപ്പടമാണെങ്കിലും ഡ്രൈ ആണല്ലോ. പിന്നെ ആഹിലിന് അങ്ങനെ കറിയൊന്നും വേണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളുടെ ഒരു പിന്നെ ഇന്നങ്ങനെ അങ്ങോട്ട് പോട്ടേലേ, പപ്പടം കൊടുത്തുവിടാം. ഇന്നലെ വെച്ച മോരുകറിയാണ് കേട്ടോ. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോരുകറി. ഇന്നിപ്പോൾ മോരുകറി ഉണ്ട്. ഇന്നലത്തെ ബീൻസും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മീനും വറുക്കുന്നുണ്ട്. ആ പുട്ട് നനക്കാൻ പോവാണ് കേട്ടോ. അത്യാവശ്യം കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട്. ഭയങ്കര കൂടുതലല്ല, എന്നാലും നമുക്ക് 2 വട്ടമൊക്കെ എടുക്കാനുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നീടും കൂടി എടുക്കാവുന്ന രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അന്നേരം മാത്രമേ ഉണ്ടാക്കുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കിംഗ് ചെയ്യാമല്ലോ. ഇപ്പോൾ ദോശമാവാണെങ്കിലും കുറച്ചധികം ഉണ്ടാക്കും, എന്നിട്ടത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതേപോലെ ഞാൻ സ്റ്റോർ ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിപ്പോൾ ആവശ്യത്തിനുള്ള പുട്ട് മാത്രം എടുത്തിട്ട് ബാക്കി ഞാൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൊടി തീർന്നപ്പോൾ ഹസ്ബൻഡ് പോയിട്ട് സാധാ പൊടി ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടോ. അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിപ്പിച്ചാണ്. പുട്ടുപൊടി തന്നെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിപ്പിച്ചാണ് കേട്ടോ. സാധാരണ നമ്മൾ ലുലുവിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ മിക്കപ്പോഴും ഓഫറിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. 5 കിലോ ഓഫറിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ലുലുവിൽ മിക്കപ്പോഴും ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചായി ലുലു പോയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഹസ്ബൻഡ് ഒറ്റക്കാണ് പോയത്. ചെറുപയർ കറി വെക്കാൻ പോവാണ്. ശരിക്കും അവന് മോര് കറി കൊടുത്തു വിട്ടാൽ മതി. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അവന് കൊടുത്തു വിടാനായിട്ട്. കാരണം എന്താ പറയുക, ചീത്തയാണെങ്കിലും അറിയില്ല, അങ്ങനെ അവിടെ കഴിക്കും.
രാവിലെ നമ്മൾ അടച്ചുപൂട്ടി വെച്ച് കൊടുക്കുന്നതാണല്ലോ. പിന്നെ 12 മണിക്കല്ല അവർ തുറക്കുന്നത്. തലേന്ന് ഉച്ചയ്ക്ക് വെച്ച കറികളൊന്നും കൊടുത്തുവിടില്ല. മുമ്പ് ആലിമ കുഞ്ഞായിരുന്നപ്പോൾ ഇതേപോലെ രാത്രി റെഡിയാക്കിയിട്ട് ചൂടാറി ഫ്രിഡ്ജിലോട്ട് വെച്ച് പിറ്റേന്ന് ചൂടാക്കി അങ്ങനെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ തലേന്ന് കൂട്ടിയ കറി ഞാൻ അങ്ങനെ ഇതുവരെ കൊടുത്തു വിട്ടിട്ടില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു മുട്ട വറുത്തതായിരിക്കും, അല്ലെങ്കിൽ ഒരു പപ്പടമായിരിക്കും, ചിലപ്പോൾ രാവിലത്തെ കറിയായിരിക്കും. എങ്കിൽ പോലും തലേന്നത്തെ കൊടുത്തു എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എൻ്റെ ചതച്ച മുളക് ഏകദേശം തീർന്നോട്ടെ, ഇത്രയും കൂടി ഉള്ളൂ. ഇങ്ങനെ അധികമൊക്കെ ഉള്ളത് ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് എടുത്ത് വയ്ക്കും. ഇതിപ്പോൾ 1 കിലോത്തോളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചതച്ചെടുക്കുന്നത് ഞാൻ തന്നെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കടയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കാവുന്നേ ഉള്ളൂ. പൊടിക്കണത് മാത്രമാണ് കേട്ടോ ഞാൻ ഷോപ്പിൽ കൊടുത്ത് പൊടിപ്പിക്കുന്നത്. നമ്മൾ പൊടിച്ചാലൊന്നും റെഡി ആവില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ മുളക് വാങ്ങിക്കുമ്പോൾ പൊടിപ്പിച്ച് കൊടുക്കും, ഇടയ്ക്ക് ഞാൻ ഇതേപോലെ ചതച്ച് കൊടുക്കും കേട്ടോ. നല്ല എരിവാണ് കേട്ടോ. സപ്ലൈക്കോന്ന് വാങ്ങിക്കുന്ന മുളകാണേ, നല്ല എരിവാണ് ഇതിന്. ഞാൻ മുളക് പൊടിക്കാൻ കൊടുത്തപ്പോൾ കാശ്മീരി മുളകും സാധാ മുളകും കൂടി ഒരുമിച്ച് വാങ്ങിച്ചു. അപ്പോൾ കാശ്മീരി മുളകാകുമ്പോൾ കളറും കൂടി കിട്ടുമല്ലോ. അപ്പോൾ കളറും എരിവും ഉണ്ട് കേട്ടോ ഒരേപോലെ. വെളുത്തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാരിക്കോരി ചേർക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വേപ്പിലയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ ഇടും കേട്ടോ. മുമ്പൊക്കെ ഇതേപോലെ ഹസ്ബൻഡ് പറയുമായിരുന്നു വേപ്പില കൂടുതലാണെന്ന്. പിന്നെ മനസ്സിലായി പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. അത് ഓട്ടോമാറ്റിക്കലി വന്ന് പോകും കേട്ടോ വേപ്പിലേക്ക്. അപ്പോൾ ആഹിലിനുള്ള പപ്പടമാണ് കേട്ടോ റെഡിയാക്കുന്നത്. ഞാൻ മീൻ വറുക്കുന്ന ആ ഒരു ചട്ടിയിൽ വെച്ച് തന്നെയാണ് കേട്ടോ പപ്പടം റെഡിയാക്കുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാരണം എപ്പോൾ പപ്പടം വറുത്താലും ഇതിങ്ങനെ വേസ്റ്റായി പോകാൻ കേട്ടോ ഓയിൽ. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ വറുത്തിട്ട് മീൻ അത് കഴിഞ്ഞ് വറുക്കാമെന്ന് വിചാരിച്ചു. ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. വലിയ പീസായി കഴിയുമ്പോൾ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ടാണ് കേട്ടോ കട്ടാക്കി കൊടുത്തുവിടുന്നത്. മീനും കൂടി അങ്ങോട്ട് വെക്കുന്നുണ്ട് വറുക്കാനായിട്ട്. പൊട്ടും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ ഈ എന്താ പറയുക പച്ചമുളകിലൊക്കെ ഭയങ്കര വെള്ളീച്ചയുടെ ശല്യമാണ് കേട്ടോ. ഞാൻ കുറേ മരുന്നൊക്കെ പ്രയോഗിച്ച് നോക്കി, ഒരു രക്ഷയില്ല. ഒരു വീഡിയോ കണ്ടതാണ് പുളിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് കേട്ടോ. സാഫൊക്കെ ഇട്ട് നോക്കിയിട്ടോ, ഒരു രക്ഷയില്ല. മുളകൊക്കെ നന്നായിട്ടൊന്ന് ഉണ്ടായി വരുമ്പോഴത്തേനും ഇങ്ങനെ അങ്ങോട്ട് ആയിപ്പോവും. കാണുമ്പോൾ സങ്കടമാവും കേട്ടോ. അപ്പോൾ അത് എല്ലാത്തിനെയും കുളിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നാളെയും ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കണം. 2 ദിവസം കഴിഞ്ഞാലേ കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലൂ ടീ ഉണ്ടാക്കാനുള്ള ഫ്ലവർ പറിച്ചെടുക്കാം. ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരാൾ ചായ ആണെന്ന് വിചാരിച്ച് കപ്പൊക്കെ എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആലിമിന് കുടിക്കാനായിട്ട്. ആലിമിൻ്റെ കപ്പാണ് കേട്ടോ അത്. അപ്പോൾ ബ്ലൂ ടീ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽക്കണി ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.